നമുക്കൊന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടുന്നുള്ള ദേവനെ ബാലാലയത്തിലേക്ക് മാറ്റണം. പ്രതിഷ്ഠിക്കാന്ന് പറയാൻ പറ്റും. കാരണം പ്രതിഷ്ഠ എന്നുള്ള ചടങ്ങ് ഒരുപാട് സങ്കീർണമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. ഇപ്പൊ ദേവന്റെ എന്താ വിഗ്രഹമോ അല്ലെങ്കിൽ ദേവന്റെ ആലയമോ കേടുപാടുകൾ വന്നാൽ നിർമാല്യം പോലെ എടുത്തു കളയണമെന്നാണ് ദേവൻ എന്താ ശാസ്ത്രം പറയുന്നത്. അപ്പൊ നമുക്കിത് പുനർനിർമ്മിക്കേണ്ടിയിരിക്കും. റീഫർബിഷ് ചെയ്യാൻ അത് പറയും. അപ്പൊ ആ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആദ്യ ഘട്ടമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ദേവന് നിന്ന് അനുജ്ഞ വാങ്ങുക, ദേവന്റെ അനുവാദം വാങ്ങുക എന്നുള്ള ചടങ്ങാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇത് തലച്ചാടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾക്ക് തൽക്കാലം ഈ വിഗ്രഹങ്ങളെയൊക്കെ അങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിക്കുക, മാറ്റി വെക്കുക ആണ് ചെയ്യുന്നത്. ഈ സ്ഥലത്തുനിന്ന് മാറ്റം ചെയ്യും. പിന്നെ അതിൻ്റെതായ ദോഷങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ടും. ആ ദോഷങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നവീകരണ കലകം, നവീകരണ പ്രായത്തിലല്ല നവീകരണമായിട്ട് തന്നെ കലകം ചെയ്യണം എന്നാണ് പ്രമാണം. അപ്പൊ അതിന് മുമ്പേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്നതാണ് ഈ സമയപ്രതിജ്ഞകൾ. നമ്മൾ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് മാറ്റി വെച്ചതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചോളാം എന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അനുജ്ഞ ചോദിക്കാൻ പാടുന്ന ശാസ്ത്രങ്ങൾ പറയും. അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുജ്ഞ ചെയ്യുകയാണ്. അനുജ്ഞ എന്ന് പറഞ്ഞാൽ ഒരു അമ്പലം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു പർട്ടിക്കുലർ വീടിന്റെ ഊരാളന്മാരുടെ മാത്രമല്ല, ഒരു നാടിന്റെയാണ്. ആ നാട്ടിലുള്ള എല്ലാവരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് അമ്പലങ്ങൾ നിലകൊള്ളുന്നതെന്ന് പറയും. അപ്പോ അമ്പലത്തിന്റെ അഭിവൃദ്ധിയുടെ ഭാഗം തന്നെയാണ് ഈ നവീകരണ കലശങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചു നിന്നിട്ട് ആ സമയപ്രതിജ്ഞയിൽ പങ്കാളികളാവുക. അതുപോലെ ഇവിടെ അമ്പലം നിരയാക്കാനുള്ള സതുദ്യമങ്ങളിലും ഈ ആൾക്കാരൊക്കെ പങ്കാളിയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഹരിയേട്ടൻ ആ വാചകം എന്ന് പറഞ്ഞു കൊടുക്കുക. എത്ര കാലത്തിനാ പറഞ്ഞത് ഹരിയേട്ടാ? എത്ര കാലത്തിനാ ഉദ്ദേശിക്കണേ? മൂന്ന് വർഷം കൊണ്ട് കൊള്ളാം. അപ്പൊ ആ വാചകം പറഞ്ഞതിന് മുമ്പ് എനിക്ക് തുടങ്ങാം. അപ്പൊ അദ്ദേഹം പറഞ്ഞുതരും. ആ വാചകം എല്ലാവരും ഒന്നും ഏറ്റില്ല. കേൾക്കണ്ടോ? എല്ലാവരും ഒന്നും ഏറ്റില്ല. എല്ലാവർക്കും പ്രതിജ്ഞാബദ്ധരാണെന്നാ പറയും. ഒന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവന്റെ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ദേവന്മാര് ബാലാലയത്തിലേക്ക് മാറ്റിയ ശേഷം ആ ദേവന്മാർ ദേവിമാരുടെ ആലയമായ ശ്രീകോവിൽ ഏടുപാടുകൾ തീർത്ത് ചുറ്റമ്പലം പണിത് യഥാവിധി നവീകരണ കലശം കഴിപ്പിച്ച് പനാവൂർ ശ്രീ നാരായണ നമ്പൂതിരിപ്പാടിന്റെ പ്രതിഷ്ഠ ഈ വരുന്ന 3 വർഷത്തിനുള്ളിൽ കഴിപ്പിച്ചു കൊള്ളാമെന്ന് മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവന്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. സത്യം 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 മനുഷ്യരായി ജനിച്ച് നമസ്കരിക്കുക. നമസ്കരിക്കാൻ പറ്റാത്തവർ നിലം തൊടാം. ഇതൊന്നും പിന്നിലേക്ക് മാറില്ല കേട്ടോ. ഇവിടെ അനുജ്ഞ ദേവന്റെ അനുവാദം വാങ്ങാനുള്ള കലശം ആടുകയാണ്. അത് എല്ലാ ദിക്കിലും ആടും. ആദ്യം മഹാദേവന്റെ കഴിഞ്ഞിട്ട് മറ്റുള്ളൂ.
അത് കറക്റ്റല്ല. അല്ല മാറ്റിയല്ലോ, ബഹുമാന ശക്തി ഒന്നും പോയില്ലേ. ചന്ദ്രകണ്ണന്റെ ആള് കാണുമ്പോ ചെറുതാ. പിടിക്കാവുന്നല്ലേ. ഇത് കൊണ്ടാ തുടങ്ങാൻ കഴുകിട്ട് എന്നെ ഒന്ന് ബാക്കിൽ താങ്ങിക്കോളൂ. എന്നെ തള്ളി പിടിച്ചാൽ മതി, ഞാൻ ഇറക്കി തരാം. തള്ളി പിടിച്ചാൽ മതി. അങ്ങനെ ഇതേ പിടിച്ചോ. അത്രേ ഉള്ളൂ. പ്രമേള ചേച്ചി, പൂവ് കുറച്ചും കൂടെ വേണം.
പ്രധാന ശ്രീകോവിലിൻ്റെ പണി തുടങ്ങുന്നതിൻ്റെ ആരംഭമായി പാതകത്തിൻ്റെ കന്നിമൂലയിൽ മുഹൂർത്തസ്തംഭ സ്ഥാപനം ധരിച്ച് നമ്മുടെ നമശിവായ എല്ലാവരും ചിരിക്കുക. ഓം നമ ശിവായ. ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം 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 നമ ശിവായ നമ ശിവായ ഓം 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 നമ ശിവായ ശിവായ നമ ശിവായ ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ 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 ശിവായ ഓം നമ 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 ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ ശിവായ നിർമ്മാണത്തിന്റെ പ്രാരംഭം കുറിച്ചിരുന്നു. എല്ലാവരും കൂടി അങ്ങനെ ഉത്സാഹിക്കും. തുടങ്ങുന്നതിനൊരു വിരോധമില്ലാന്ന് അർത്ഥം. അഷ്ടശരീരത്തുക പിന്നെ കൊടുത്താൽ ഒരു അവകാശം ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമല്ല. ഓം നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ